ഹലോ, നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പൊള്ളിച്ചയാണ്. അതിനായിട്ട് 3 പീസ് വലിയ മത്തി എടുത്തിട്ടുണ്ട്. നന്നായി വരഞ്ഞ് ക്ലീനാക്കി വരഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ വാഴയില എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് തേങ്ങാക്കൊത്ത്. ഇനി നമുക്ക് പണി തുടങ്ങാം. ആദ്യം മത്തി ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. അതിനായി കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മത്തിയെല്ലാം നന്നായി മസാല വറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടാം. മത്തി ഓരോന്നായി വെച്ച് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, തിരിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഒന്ന് ഹാഫായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വെച്ചില്ല. മത്തി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി ഇതിനകത്തേക്കുള്ള മസാല ഉണ്ടാക്കാം. വീണ്ടും പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം തേങ്ങ കൊത്തിടാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, സവാള. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം. നന്നായി വഴറ്റിയെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിട്ട് നന്നായി ഒന്ന് മസാലയൊന്ന് തിക്കായിട്ടുള്ളൊരു മസാല ആക്കിയെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലൊരു മസാല ആക്കിയെടുക്കാം. ഈ വാഴയിലൊന്ന് വാട്ടിയെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മത്തിയിലേക്ക് ഫില്ല് ചെയ്ത് പൊള്ളിച്ചെടുക്കാം. വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാം. വാഴയിലയിൽ മത്തി വെച്ചിട്ടുണ്ട്, മസാലയും കൂടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കെട്ടിയെടുക്കാം. ഇത് മടക്കി നന്നായി കെട്ടിയെടുക്കാം. കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ മത്തിയും ഇതുപോലെ പൊതിഞ്ഞ് കെട്ടിയെടുത്ത് നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് പൊള്ളിച്ചെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിഞ്ഞ് കെട്ടിയ മത്തി ഓരോന്നായി വെച്ചു കൊടുക്കാം.
കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇനി നമുക്കൊന്ന് തിരിച്ചിടാം. നല്ല മത്തി പൊള്ളിച്ചത് റെഡിയായി വരുന്നുണ്ട്. നല്ല തേങ്ങാക്കൊത്തിൻ്റെയും വാഴയിലയുടെയും എല്ലാം നല്ലൊരു മസാലയുടെ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണമുള്ള നല്ല മത്തി പൊള്ളിച്ചത് റെഡിയായി വരുന്നുണ്ട്. ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടാറിയതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം. ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കൊന്ന് തുറന്നു നോക്കാം. ഓ വൗ! വാഴയിലയും തേങ്ങാക്കൊത്തും ഒരു നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണമുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു നല്ലൊരു ഐറ്റവുമായി എത്തുന്നതായിരിക്കും. താങ്ക് യു.